നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഭാഗവത സപ്താഹത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് കേട്ടോ. ഒരിക്കൽ പൂന്താനം തന്റെ ഇല്ലത്ത് ഭാഗവത സപ്താഹം നടത്താനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹത്തിന് അത്ര വലിയ ധനസ്ഥിതിയൊന്നുമില്ല. കാരണം സപ്താഹമൊക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കണം, പിന്നെ വായനയ്ക്കായിട്ട് വരുന്ന ആ പണ്ഡിതന് വലിയൊരു തുക ദക്ഷിണയൊക്കെ ആയിട്ട് കൊടുക്കണം. അതൊക്കെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നമുക്കുള്ളത് വെച്ചിട്ട് ചെറിയ രീതിയിൽ എല്ലാം ഭംഗിയായിട്ട് നടത്താം, പിന്നെ എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ അദ്ദേഹം ഭാഗവത സപ്താഹം തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവിടേക്ക് അതിസുന്ദരനായിട്ടുള്ള തേജസ്വി ആയിട്ടുള്ള ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ പത്നിയും കൂടെ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഒരു സപ്താഹം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങൾ. എൻ്റെ പത്നിക്ക് അങ്ങയുടെ വായനയും കഥകളൊക്കെ കേൾക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. എനിക്ക് ചെറുതായിട്ട് വായിക്കാനൊക്കെ, സംസ്കൃതം വായിക്കാനൊക്കെ അറിയാം. അപ്പോൾ ഇതിവിടെ വായിക്കണം, ഇത് ഭാഗവതം വായിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂന്താനത്തിന് സന്തോഷമായി. കാരണം തനിക്ക് അങ്ങനെ വലിയ പാണ്ഡിത്യമൊന്നും സംസ്കൃതത്തിലില്ലേ. അപ്പം അങ്ങനെ വായിക്കാൻ അറിയാവുന്ന ആ ഒരു പണ്ഡിതനെ തന്നെ ഭഗവാൻ കൊണ്ടുവന്ന് തന്നൂലോ എന്നുള്ള സന്തോഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഭാഗവത സപ്താഹമൊക്കെ തുടങ്ങി. ഇദ്ദേഹം വായിക്കും, പൂന്താനം കഥകൾ പറയും. അങ്ങനെ ഓരോ ദിവസവും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ പൂന്താനത്തിന്റെ പത്നി അവരെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെ സപ്താഹത്തിന്റെ അവസാനത്തെ ദിവസമായി. അന്ന് എല്ലാവർക്കും, ഒരുപാട് പേരാണ് സപ്താഹം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിരിക്കണതേ കഥകൾ കേൾക്കാനൊക്കെ ആയിട്ടേ. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമല്ലോ. ആ ഒരു സമയം എത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ പത്നി, അതായത് പൂന്താനത്തിന്റെ പത്നി, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഇന്നേക്ക് ഭക്ഷണം നൽകാനായിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ല, എനിക്ക് അങ്ങേക്ക് നൽകിയ വാക്ക് പാലിക്കാനായിട്ട് സാധിച്ചില്ല, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പൂന്താനത്തിന് ആകെ സങ്കടമായി കേട്ടോ. കാരണം സപ്താഹം അവസാനിക്കുന്ന ദിവസമാണ്. അപ്പോഴാണ് വേറൊരു ബ്രാഹ്മണ യുവാവും അദ്ദേഹത്തിന്റെ സുന്ദരിയായിട്ടുള്ള പത്നിയും കൂടെ വരുന്നത്. എന്നിട്ട് പൂന്താനത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പൂന്താനം, അങ്ങയുടെ സപ്താഹം ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഇന്നത്തെ അന്നദാനം ഞങ്ങളുടെ വകയായിട്ടാണ്, അങ്ങ് അത് സ്വീകരിക്കണം, അതിനുവേണ്ടി സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള അന്നദാനം. പൂന്താനത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ സപ്താഹം അവസാനിക്കുമ്പോൾ ഈ പണ്ഡിതന് ദക്ഷിണയും കൊടുക്കണമല്ലോ. ആ ദക്ഷിണയും ഇവർ തന്നെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ വകയായിട്ടാണ് ദക്ഷിണയും, അങ്ങ് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൂന്താനത്തിന് നല്ല സന്തോഷമായിട്ടോ, ഭഗവാൻ തന്നെയാണ് അവരെ ഇവിടെ എത്തിച്ചതെന്ന് പൂന്താനം ചിന്തിച്ചു. എന്നിട്ട് ദക്ഷിണയൊക്കെ ഈ ഒരു പണ്ഡിതന്, ഈ ഒരു ബ്രാഹ്മണനെ സമർപ്പിച്ചു. അന്നത്തെ ഭാഗവത സപ്താഹമൊക്കെ വളരെ ഗംഭീരമായിട്ട് അവസാനിച്ചു. എന്നിട്ട് പൂന്താനം രാത്രി കിടന്നുറങ്ങുക. അപ്പോൾ സ്വപ്നത്തിൽ കാണുകയാണ്, താൻ ദക്ഷിണ കൊടുക്കാനായിട്ട് അവരുടെ കാൽക്കൽ, ആ ഒരു തേജസ്വി ആയിട്ടുള്ള ബ്രാഹ്മണൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും കാൽക്കൽ കുമ്പിട്ടിട്ട് നിവരുന്ന ആ ഒരു സമയത്ത് അവിടെ ഇരിക്കുന്നത് സാക്ഷാൽ പരമശിവനും ശ്രീ പാർവതി ദേവിയായിരുന്നു. അതേപോലെ രണ്ടാമതായിട്ട് വന്ന ആ ഒരു ബ്രാഹ്മണ യുവാവും അദ്ദേഹത്തിൻ്റെ പത്നിയും വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഗുരുവായൂരപ്പനായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയുമായിരുന്നു. അത് പൂന്താനത്തിന് അപ്പോഴാണ് മനസ്സിലായത്. അത് നടത്താനായിട്ട്, സപ്താഹം നടത്താനായിട്ട് ഭഗവാൻ തന്നെയാണ് എഴുന്നള്ളിയത്. അതാണ് ഭാഗവത സപ്താഹത്തിന്റെ മാഹാത്മ്യം.